അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സീതാ സ്വയംവരത്തെ പറ്റിയാണ്. അപ്പോൾ അഹല്യമോക്ഷത്തിന് ശേഷം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ അറിയിച്ചു. എന്താണ് അറിയിച്ചത്? ഇനി നമുക്ക് സമയം പാഴാക്കാനില്ല, എത്രയും വേഗം മിഥിലാപുരിയിൽ എത്തിച്ചേരണം, അവിടെ നടക്കുന്ന യാഗത്തിൽ പങ്കെടുക്കണം. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ അവിടെയുള്ള ശൈവചാപം കാണുകയും വേണം. അതിനുശേഷം അയോധ്യയിലെത്തി പിതാവിനെ കാണാം. അങ്ങനെ അവർ മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു. വിശ്വാമിത്ര മഹർഷി തൻ്റെ രാജ്യത്ത് എത്തിച്ചേർന്നു എന്ന വിവരം മനസ്സിലാക്കിയ ജനക മഹാരാജാവ് അതീവ സന്തോഷവാനായി. രാജാവ് കുലഗുരുവുമൊത്ത് പരിവാരസമേതം അവിടെ എത്തിച്ചേർന്നു. ആചാരമര്യാദകളോടെ മുനിയെ സ്വീകരിച്ചു. മുനിയോടൊപ്പം സൂര്യ തേജസ്സോടെ ശോഭിക്കുന്ന തേജോരൂപികളായ ആ രണ്ട് യുവ കോമളന്മാർ ആരാണ് എന്ന് രാജാവ് തിരക്കി. നരനാരായണന്മാരായ മൂർത്തികൾ മനുഷ്യരൂപം പൂണ്ടവരാണോ ഇവർ എന്ന് ഒരു തോന്നലും രാജാവിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് വിശ്വാമിത്ര മഹർഷി അരുളി ചെയ്തു. എന്താണ്? ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരിൽ മൂത്തവനായ രാമനും മൂന്നാമനായ ലക്ഷ്മണനുമാണ് ഇവർ. താൻ യാഗരക്ഷയ്ക്കായിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. മാർഗമധ്യേ ഒറ്റ അമ്പിനാൽ ശ്രീരാമൻ താടകയെ നിഗ്രഹിച്ചു. പേടികൂടാതെ യാഗം പൂർത്തിയാക്കി. അപ്പം അഹല്യയ്ക്ക് ശാപമോക്ഷവും നൽകി. ഈ കാര്യങ്ങളെല്ലാം മുനി വിസ്തരിച്ച് പറഞ്ഞു. അപ്പം ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത് ശൈവചാപം കാണുവാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതിനാൽ നീ എത്രയും പെട്ടെന്ന് ശൈവചാപം കാണിച്ചു തരണം എന്ന് മുനി അറിയിച്ചു. അപ്പം ശൈവചാപം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പരമശിവൻ്റെ വില്ലാണ് ശൈവചാപം. ഒരിക്കൽ ഒരു മഹായുദ്ധം നടന്നു. ആര് തമ്മിലാണ്? ആ യുദ്ധം പരമശിവനും മഹാവിഷ്ണുവും തമ്മിലാണ് നടന്നത്. അപ്പം ആർക്കാണ് കൂടുതൽ ബലം എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ആ യുദ്ധം നടന്നത്. അതിനുവേണ്ടി ബ്രഹ്മാവ് വിശ്വകർമാവിനെ കൊണ്ട് ഉഗ്രങ്ങളായ 2 വില്ലുകൾ പണിയിച്ചു. അങ്ങനെ വിഷ്ണുവിന് വൈഷ്ണവ ചാപവും പരമശിവന് ശൈവചാപവും ലഭിച്ചു. അതിനെ തുടർന്ന് ഘോരമായ യുദ്ധവും നടന്നു. ആ യുദ്ധത്തിൽ മഹാവിഷ്ണുവാണ് വിജയി എന്ന് ദേവന്മാർ വിലയിരുത്തി എന്ന് വിധി എഴുതുകയും ചെയ്തു. അപ്പം ദേവന്മാരുടെ അപേക്ഷയെ മാനിച്ചാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചതും. എന്നാൽ ദേവന്മാരുടെ ഈ തീരുമാനത്തിൽ കോപാകുലനായ പരമശിവൻ ഈ വില്ല് വിദേഹ രാജാവായ ജനകന് കൊടുത്തു. ജനക മഹാരാജാവ് ഈ വില്ല് കൊണ്ടുവന്ന് തൻ്റെ ആയുധപ്പുരയിൽ സൂക്ഷിച്ച് യഥാവിധി പൂജകൾ നടത്തി വന്നു. അപ്പോൾ ദക്ഷനെതിരെ പുറപ്പെട്ട പരമശിവൻ ശൈവചാപമാണ് കയ്യിൽ കരുതിയിരുന്നത് എന്ന് കമ്പരാമായണത്തിലെ ബാലകാണ്ഡത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ശൈവചാപം കാണുവാനുള്ള ആഗ്രഹം വിശ്വാമിത്ര മഹർഷിയിൽ കേട്ടപ്പോൾ ജനക മഹാരാജാവിന് ആ രാജകുമാരന്മാരോട് കൂടുതൽ പ്രീതി തോന്നി. വില്ല് കൊണ്ടുവരുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുവാൻ രാജാവ് മന്ത്രിമാരോട് ആജ്ഞാപിച്ചു. വില്ല് കുലച്ച് മുറിച്ചാൽ ഇവൻ തൻ്റെ മകൾക്ക് വരനായിത്തീരും എന്ന് രാജാവ് അറിയിക്കുകയും ചെയ്തു. അപ്പം വില്ലിങ് കൊണ്ടുവരിക, മറ്റെല്ലാം ദൈവനിശ്ചയം പോലെ നടക്കട്ടെ എന്നാണ് മുനി പറഞ്ഞത്. അപ്പോൾ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ശൈവചാപം കൊണ്ടുവന്നു. അതായത് ശൈവചാപം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമായി എടുത്തുകൊണ്ട് വരുവാൻ പറ്റുന്നതല്ല. 5000 കിങ്കരന്മാരും ചാപവാഹകരും ചേർന്ന് വളരെ പ്രയാസപ്പെട്ടാണ് ശൈവചാപം അവിടെ എത്തിച്ചത്. അപ്പം ചെറുമണികൾ, രത്നങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ എന്നിവ കൊണ്ടെല്ലാം അലങ്കരിക്കപ്പെട്ട ആ വില്ല് കണ്ട് ശ്രീരാമദേവൻ
അത്യധികം ആഹ്ലാദവാനായി. ആ വില്ലിൻ്റെ അടുത്ത് ചെന്ന് വില്ലിനെ വന്ദിച്ചു. അതിനുശേഷം വില്ലെടുക്കാമോ, കുലയ്ക്കാമോ, വലിക്കാമോ എന്ന് അനുവാദം തിരക്കി. എല്ലാമാകാം, സാധ്യമായാൽ കല്യാണവും നടക്കും എന്ന് മുനി അറിയിക്കുകയും ചെയ്തു. ശ്രീരാമദേവൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് സാവധാനം നടന്ന് വില്ലിനടുത്തെത്തി ഉജ്ജ്വലമായ തേജസ്സോടെ വേഗത്തിൽ വില്ലെടുത്ത് നിഷ്പ്രയാസം കുലച്ച് വലിച്ചു മുറിച്ചിട്ടു. അപ്പം ആ സമയത്ത് അപ്പോൾ 3 ലോകവും നടുങ്ങുമാറുള്ള ഒച്ചയാണ് ഉണ്ടായത്. ജനങ്ങൾ വിസ്മയഭരിതരായി. ആഹ്ലാദ ആധിക്യത്താൽ അവർ പാട്ടും കൂത്തും പുഷ്പവൃഷ്ടിയും മംഗളസ്തുതികളും ഒക്കെ നടത്തി. ദേവകളും ആഹ്ലാദചിത്തരായി. അപ്പം അപ്സര സ്ത്രീകൾ ശ്രീരാമദേവനെ സ്തുതിച്ചു. അപ്പം വിവാഹ ആഘോഷത്തിന് ശേഷം വേണ്ട ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയപ്പോഴേക്കും അപ്പം ഇതെല്ലാം കണ്ട് സന്തോഷാധിക്യത്താൽ ജനക മഹാരാജാവ് ശ്രീരാമദേവനെ ആ സദസ്സിൽ വച്ചു തന്നെ ഗാഢാലിംഗനം ചെയ്തു. ജനകപുത്രിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ ധാരാളം രാജാക്കന്മാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ശൈവചാപം എടുത്തു കുലയ്ക്കുവാൻ പോലും അവർക്ക് സാധ്യമായിരുന്നില്ല. അങ്ങനെ സാധ്യമാകാതെ പരാജിതരായി പിന്മാറുക ആണ് രാജാക്കന്മാർ ചെയ്തിരുന്നത്. എന്നാൽ അവരാരും തന്നെ തിരികെ പോയിരുന്നില്ല. അങ്ങനെ വന്ന രാജാക്കന്മാർ പല പല കൊട്ടാരങ്ങളിൽ, ചെറു സ്ഥലങ്ങളിൽ സംഘങ്ങളായി താമസിച്ചു. വില്ല് മുറിയുന്ന ശബ്ദം കേട്ട്, ഇടിവെട്ടുന്ന ശബ്ദം കേട്ട്, അല്ലെങ്കിൽ ഒച്ച കേട്ട് രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ, പാമ്പുകളെപ്പോലെ നടുങ്ങിപ്പോയി. എന്നാൽ ഈ ഒച്ച ഒരാളുടെ മനസ്സിൽ മാത്രം ആഹ്ലാദത്തെ പ്രദാനം ചെയ്തു. അതാരുടെയാണ്? സീതാദേവിയുടെ മനസ്സിൽ ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുകയാണ് ചെയ്തത്. കാര്യം, ഇങ്ങനെയൊരു ഞാണൊലി, ഇങ്ങനെയൊരു ഒച്ച കേൾക്കുവാൻ വേണ്ടി അവൾ കാതോർത്തിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മൈഥിലി ഒരു മയിൽപ്പേടയെ പോലെ സന്തോഷവതിയായി. ഇടിനാദം ഉരകങ്ങളിൽ ഭയവും മയിലിൽ ആഹ്ലാദവുമാണ് പ്രദാനം ചെയ്യുക. കാര്യം, ഇടി മഴയ്ക്ക് തൊട്ടു മുൻപേ ഉള്ള ഒരു ലക്ഷണമായാണ് കണക്കാക്കുന്നത്. അപ്പം കൗശികൻ എന്ന് വെച്ചാൽ വിശ്വാമിത്രന് കൗതുകമുണ്ടായി. അങ്ങനെ കൗതുകമുണ്ടായതിൻ്റെ കാര്യം, താൻ ഏറ്റെടുത്ത കടമ നിർവഹിച്ചുവല്ലോ എന്ന ഒരു സായുജ്യം മുനിയിൽ ഉണ്ടായി. ഈ സമയത്ത് പരിചാരികമാരും മാതാക്കളും എല്ലാം കൂടി സീതാദേവിയെ വിവാഹത്തിനായി അണിയിച്ചൊരുക്കി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പം സ്വർണ്ണാഭരണ വിഭൂഷിതയായി, ലജ്ജയോടെ, വിനീതയായി ശ്രീരാമൻ്റെ അടുക്കൽ എത്തിയ സീതാദേവി തൻ്റെ കടക്കണ്ണുകളാൽ ആദ്യം ശ്രീരാമനെ വരിച്ചു. പിന്നീട് വർണ്ണമാല്യം ചാർത്തി സ്വീകരിച്ചു. വർണ്ണമാല്യം ചാർത്തി നിൽക്കുന്ന അവർ അനുരൂപരായി അതായത് ഒത്ത ജോഡികളായി വിളങ്ങി. അവരുടെ ചേർച്ചയിൽ സന്തോഷം പൂണ്ട ജനങ്ങൾ അവരെ ആശീർവദിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ യഥാവിധി വന്ദനം ചെയ്ത ശേഷം അറിയിച്ചു. എന്താണ് അറിയിച്ചത്? ഇനി ദശരഥ മഹാരാജാവിനെ അറിയിക്കണം. അപ്പം അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായത്തെ ഇവിടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെയോ ചെറുക്കൻ്റെയോ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ബന്ധുക്കളും കൂടിയാലോചിച്ച് മാത്രമാണ് ഒരു വിവാഹം നടക്കുന്നത്. ഇവിടെയോ ആ വ്യക്തി, വിവാഹം കഴിക്കുവാൻ പോകുന്ന ആ വ്യക്തിയുടെ താല്പര്യത്തെ മാനിച്ചാണ് വിവാഹത്തിന് സന്നദ്ധനാവുന്നത്. അതായത് പെണ്ണിന് മണ്ണിനേക്കാൾ അഥവാ പൊന്നിനേക്കാൾ വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. അപ്പം ശ്രീരാമദേവൻ സീതാദേവിയെ മരണമാല്യം ചാർത്തിയതിന് ശേഷമാണ് മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഈ വിവരം അറിയിക്കുന്നത്. അതാണ് ആദിമകാലത്ത് നിലനിന്നിരുന്ന രീതി പുരാണത്തിലൂടെ മനസ്സിലാക്കുവാൻ, വ്യക്തമാക്കുവാൻ സാധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ദശരഥ മഹാരാജാവിനെ വിവരങ്ങൾ ധരിപ്പിക്കുവാൻ ദൂതന്മാരെ അയച്ചു. ദശരഥ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠ മഹർഷി
അപ്പം മുനിയുടെ പത്നിയായ അരുന്ധതി ദേവി, ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാർ, പുത്രന്മാർ എന്നിവരോടൊപ്പം ചതുരംഗ സേനയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ എത്തിച്ചേർന്നു. അപ്പോൾ അങ്ങനെ എത്തിച്ചേർന്നവർ അർഘ്യപാദ്യാദികൾ കൊണ്ട് മിഥിലാപുരി രാജാവ് എത്തിച്ചേർന്ന മുനിശ്രേഷ്ഠനെയും ദശരഥ മഹാരാജാവിനെയും മറ്റുള്ളവരെയും എല്ലാം ഉപചാരപൂർവം സ്വീകരിച്ചു. അത് ശ്രീരാമനും ലക്ഷ്മണനും പിതാവിനെയും ഗുരുവിനെയും മറ്റുള്ളവരെയും യഥാവിധി വന്ദനം ചെയ്തു. വളരെ നാളുകൾക്ക് ശേഷം കണ്ട പുത്രന്മാരെ ദശരഥ മഹാരാജാവ് ഗാഢാലിംഗനം ചെയ്തു. അത് കഴിഞ്ഞ് ഉപചാരങ്ങൾക്ക് ശേഷം ജനക മഹാരാജാവ് നിറഞ്ഞ സന്തോഷത്തോടെ ദശരഥ മഹാരാജാവിൻ്റെ കരം ഗ്രഹിച്ച് അറിയിച്ചു. എന്താണ് അറിയിച്ചത്? എനിക്ക് 4 പുത്രിമാരാണ് ഉള്ളത്, അങ്ങേക്കോ 4 പുത്രന്മാർ. അവർ അന്യോന്യം വിവാഹിതരാകട്ടെ, അതിൽ അനുചിതമായി മറ്റൊന്നും ഇല്ല. അങ്ങനെ രാജാവ് ഗുരുക്കന്മാരുമായി കൂടിയാലോചന നടത്തി 4 വിവാഹത്തിനും ഉള്ള മംഗളം കുറിച്ചു, മുഹൂർത്തം കുറിച്ചു. അപ്പം മുത്തുമാലകൾ, പുഷ്പങ്ങൾ, ഫലങ്ങളും മറ്റും തൂക്കി രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച മണ്ഡപത്തിൽ രത്നവും സ്വർണവും കൊണ്ട് നിർമ്മിച്ച പീഠത്തിലേക്ക് ജനക മഹാരാജാവ് രാമനെ ആനയിച്ചു. രാമനെ ആനയിക്കുന്നതിന് മുൻപ് തന്നെ ശ്രീരാമൻ്റെ തൃപ്പാദം കഴുകി ആ തീർത്ഥം ശിരസിൽ ധരിച്ചു. അപ്പോൾ ശ്രീരാമദേവൻ സീതാദേവിയെ സ്വയംവരം ചെയ്തു. ലക്ഷ്മണകുമാരൻ ഊർമിളയെയും ഭരതൻ ശ്രുതി കീർത്തിയെയും ശത്രുഘ്നൻ മാണ്ഡവിയെയും പത്നിമാരായി ആ മണ്ഡപത്തിൽ വെച്ചു തന്നെ സ്വീകരിച്ചു. അപ്പോൾ കൂടിയിരുന്നവർ എല്ലാം ആനന്ദ ചിത്തരായി, സന്തോഷ പുളകിതരായി. അപ്പോൾ ജനക മഹാരാജാവ് ദശരഥ മഹാരാജാവിനോടും വസിഷ്ഠ മഹർഷിയോടും ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സീതാദേവിയുടെ പുരാവൃത്തം നേരത്തെ തന്നെ ഞാൻ നാരദമുനിയിൽ നിന്നും കേട്ടിരുന്നു. യാഗസ്ഥലം പരിശുദ്ധമാക്കുവാൻ ഉഴുതപ്പോൾ ഉഴവുചാലിൽ നിന്നും കിട്ടിയ കന്യാരത്നമാണ് സീത. അങ്ങനെ കിട്ടിയതിനാലാണ് അവളെ സീത എന്ന് നാമകരണം ചെയ്തത്. അവൾ എൻ്റെ പുത്രിയായി വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരിക്കൽ നാരദമുനി എഴുന്നള്ളുകയും എന്നോട് അറിയിക്കുകയും ചെയ്തു. എന്താണ് അറിയിച്ചത്? ദേവന്മാരുടെ അപേക്ഷയെ മാനിച്ച് മഹാവിഷ്ണു ശ്രീരാമദേവനായി മനുഷ്യരൂപത്തിൽ ജനിക്കും. തൻ്റെ ഭവനത്തിൽ വസിക്കുന്ന സീതാദേവി യോഗമായാദേവി തന്നെയാണ്. മനുഷ്യരൂപത്തിൽ ഇവിടെ വന്ന് അവതാരം ചെയ്തിരിക്കുകയാണ് ഈ യോഗമായാദേവി. അവളെ ആദരപൂർവം രാമന് കൊടുക്കണം. സീതാദേവിയെ ശ്രീരാമൻ്റെ കൈകളിൽ ഏൽപ്പിക്കേണ്ടത് എങ്ങനെ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഉപായം തോന്നിയത്. ആ ഉപായമാണ് ശൈവചാപം കണ്ണിക്കുന്നവർക്ക് മാത്രമേ സീതയെ കൊടുക്കൂ എന്നുള്ള തീരുമാനം. അപ്പം ഈ ശൈവചാപം കണ്ണിച്ച് സീതയെ സ്വയംവരം നടത്തുവാൻ, വിവാഹം കഴിക്കുവാൻ ധാരാളം രാജാക്കന്മാരും എത്തിച്ചേർന്നു. അവരെല്ലാം മത്സരത്തിൽ പരാജയപ്പെട്ട് പിന്മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാം സഫലമായി എന്ന് പറഞ്ഞ ശേഷം ശ്രീരാമദേവനെ രാജാവ് സ്തുതിച്ചു. മിഥിലാപുരിയിലെ രാജാവ് സ്തുതിച്ചു. ശ്രീരാമദേവൻ മഹാവിഷ്ണുവാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനക മഹാരാജാവ് സ്തുതി നടത്തുന്നത്. അപ്പോൾ അങ്ങയെ കാണാൻ സാധിച്ചത് മൂലം എൻ്റെ മനുഷ്യജന്മം സഫലമായി. 1000-10,000 സൂര്യ തേജസ്സോടെ അങ്ങ് സൂര്യവംശത്തിൽ ജനിച്ചു. ആ അങ്ങയോട് വിദ്യുത്സംഹിതമായ ജീമൂതം പോലെ, അതായത് മേഘത്തോട് മിന്നൽ എങ്ങനെ കെട്ടുപിടഞ്ഞിരിക്കുന്നുവോ അതുപോലെ സീതാദേവിയും ഒത്തുചേർന്നിരിക്കുന്നു, അതായത് ചേരേണ്ടത് ചേർന്നിരിക്കുന്നു എന്ന് സാരം. ഏറെ നാളായി എൻ്റെ മനസ്സിലുള്ള മോഹം അങ്ങനെ സഫലമായിരിക്കുന്നു. അങ്ങയുടെ സ്പർശനമേറ്റ് അഹല്യ മോക്ഷവതിയായി. എനിക്കും അങ്ങയെ ധ്യാനിക്കുമാറാകണമേ എന്ന് ജനക മഹാരാജാവ് ശ്രീരാമനെ സ്തുതിച്ചു. അതിനുശേഷം അവർക്ക് ധാരാളം സമ്പത്ത് ദാനം ചെയ്തു.
600 ആന, 10,000 തേര്, 1,00,000 കുതിര, അത്രയും തന്നെ കാലാൾപ്പട, 300 ദാസിമാർ, ദിവ്യ വസ്ത്രങ്ങൾ, മുത്തുകൾ, രത്നങ്ങൾ, 100 കോടി സ്വർണം, 100 കോടി ഭാരം സ്വർണം എന്നിവയൊക്കെ ഈ ദാനത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ഉപചാരങ്ങൾക്ക് ശേഷം മടക്കയാത്രയ്ക്ക് മുൻപ് ജനക മഹാരാജാവ് പതിവ്രതാധർമ്മം ഉപദേശിച്ചു കൊടുത്തു. ആർക്ക്? സീതാദേവിക്ക്. അപ്പം ഇനി മടക്കയാത്രയാണ്. വാദ്യഘോഷങ്ങൾ, ഗാനം, കൊമ്പ്, കുഴല്, ശൃംഗാരോചിതമായ ചമയങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ചതുരംഗസേനയും അച്ഛനും അമ്മമാരും അനുജന്മാരും കൗശിക വസിഷ്ഠന്മാരായ താപസേന്ദ്രന്മാരും പരിവാരങ്ങളും മന്ത്രിമാരും എല്ലാവരും കൂടി ഘോഷയാത്രയായി നീങ്ങി. ഈ കാഴ്ച കാണുവാൻ ദേവന്മാർ വിമാനങ്ങളിൽ ആകാശത്ത് വന്ന് നിരന്നു. ആ പിന്നാലെ ജനക മഹാരാജാവും സൈനിക സമേതം അനുയാത്ര നടത്തുന്നുണ്ട്. അപ്പോൾ ഈ യാത്ര ഏകദേശം 3 യോജന പിന്നിട്ടപ്പോഴേക്ക് ചില ദുസ്സൂചനകൾ കണ്ടു തുടങ്ങി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 യോജന പിന്നിട്ടപ്പോഴാണ് ഈ ദുസ്സൂചനകൾ കണ്ടു തുടങ്ങിയത്. അപ്പം 1 യോജന എന്ന് പറഞ്ഞാൽ 8 മൈലാണ്. അങ്ങനെ നോക്കുമ്പോൾ 3 യോജന എന്ന് പറയുമ്പോൾ 24 മൈൽ മുന്നോട്ട് നടന്നപ്പോഴേക്കും ദുസ്സൂചനകൾ കണ്ടു തുടങ്ങി. സുഹൃത്തുക്കളെ, സീതാ സ്വയംവരം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് ഭാർഗവ ഗർവ ഭംഗമാണ്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു.